ആണുങ്ങൾക്ക് അവർക്കുള്ള കഴിവിനേക്കാളും 1000 മടങ്ങ് കൂടുതലാണ് അവരുടെ മനസ്സ് അവർ ചിന്തിച്ചെടുക്കുന്നത്. ഒരു അടിപിടിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ഉള്ളതാണെങ്കിലോ ലൈക്ക് ഒരു ഫ്ലൈറ്റ് റെസ്പോൺസ് ആണെങ്കിലും ഒരു ഫിസിക്കൽ ടാസ്ക് പെട്ടെന്ന് വരുന്നതാണെങ്കിലും ലൈക്ക് അവരുടെ ചിന്താഗതിയിൽ 5 പേര് ഒരു 3 പേര് അടികൂടാൻ വേണ്ടി വരുന്നു. അപ്പോൾ നമ്മളൊരു ചിന്താഗതിയിൽ നോർമലായിട്ടിരിക്കുമ്പോൾ ഓക്കെ 3 പേര് ഇരുന്നു അടികൂടാൻ വേണ്ടി പറ്റും, അവർ ഇടിച്ചു കൂടാൻ വേണ്ടി പറ്റും. നമ്മളെ തന്നെ ഒരു 1000 മടങ്ങ് എക്സ്ട്രാ നമുക്ക് ശക്തി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് ആ സ്കില്ലുണ്ടെന്ന്. പക്ഷെ എത്ര വലിയ ബോക്സർ MMA ഫൈറ്റർ അങ്ങനത്തെ സംതിങ് ആണെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റും, അഫ്കോഴ്സ് എനിക്ക് പറ്റും, ആ സ്കില്ല് ട്രാക്ക് ഡ്രിങ്ക് സംതിങ് പറ്റുമെന്നാണ് ഭൂരിഭാഗത്തിലധികമുള്ള ആൺകുട്ടികളുടെ മനസ്സിൽ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് നല്ലതാണ്. ഒരു സംഭവം വരുമ്പം ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നല്ലോണം ഇങ്ങനെ ഫൈറ്റ് പഠിച്ച് നല്ലോണം ചെയ്യുന്നവരും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ട്രെയിനേഴ്സും ഇവർക്കൊക്കെ ഒരു സഡൻ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു അടിപിടി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടാസ്ക് അല്ലെങ്കിൽ സംതിങ് വരുമ്പോൾ, ടാസ്ക് അല്ല ശരിക്കും ഒരു അടിപിടി തന്നെ പൊട്ടിക്കും. ഈ ഫൈറ്റേഴ്സ് അല്ല ഇവർക്ക് ശരിക്കും ഇവര് പാരനോയിഡ് ആവും. ഇനി അടുത്തൊന്ന് സംഭവിക്കും അല്ലെങ്കിൽ അടി കൂടിക്കഴിഞ്ഞാൽ ഭവിഷ്യത്തിൽ അവർക്ക് കഴിവുള്ളതാണോ എന്നെ പോലെ തിരിച്ചു കിട്ടുമോ അതോ ഇതെന്ന് പറഞ്ഞ് ഇവർക്കാണ് നല്ലോണം പേടി. ഇവരാണ് അധികം അടിപിടിയിൽ ഏർപ്പെടാത്തത്. പക്ഷെ ഒരു സ്കില്ലുമില്ല. പക്ഷെ എല്ലാവർക്കും ഒന്നല്ല, ഭൂരിഭാഗത്തിലധികം സ്കില്ലില്ലാണ്ട് ജസ്റ്റ് ഒരു ആത്മവിശ്വാസത്തിൽ കഴിവില്ലാണ്ട് അങ്ങനെയുള്ളവരാണ് തൊട്ടതിനും പിടിച്ചതിനും അടിപിടി ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഓക്കെ അവനെ തല്ലണമായിരുന്നു ലൈക്ക് നല്ലോണം ആഗ്രഹിക്കുന്നവരില്ലേ. സോ ശരിക്കും ഒരു എതിരാളിനെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്ററിനകത്ത് വന്നാൽ ആക്ച്വലി യു കാൺ ഡു പോസിബിളി എനിത്തിങ് മാൻ. സോ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ.